നമസ്തേ. മെഡിക്കലും എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട നിരവധി വാർത്തകളും അപ്ഡേഷനുകളുമായി ബ്രില്യൻറ്റ് ന്യൂസ് ഡെസ്കിൽ നിന്നും ഞാൻ ശിവൻ. ആദ്യം നോക്കാം ഈ ആഴ്ചയിലെ പ്രധാന വാർത്തകൾ. മെഡിക്കൽ പ്രവേശന പരീക്ഷ നീറ്റ് മെയ് 7 ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉടൻ ആരംഭിക്കും. 2023 JEE അഡ്വാൻസ്ഡ് ജൂൺ 4 JEE മെയിൻ ജനുവരി ഏപ്രിൽ മാസങ്ങളിലും ICAR ഏപ്രിലും CUET മെയ് ജൂൺ മാസങ്ങളിലും. JEE മെയിൻ 2023 ആദ്യ സെഷനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ജനുവരി 12 അവസാനിക്കുന്നു. ഓൺലൈൻ എക്സാം ജനുവരി 24 മുതൽ. നീറ്റ് 2022 ജിപ്മർ BSc നഴ്സിംഗ് ആൻഡ് അലൈഡ് കോഴ്സസ് ഓൺലൈൻ ആപ്ലിക്കേഷൻ ആരംഭിച്ചു. ജനുവരി 10 അവസാനിക്കും. ആയുർവേദം, ഹോമിയോ, ആയുഷ് കൗൺസിലിംഗ് 3ാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ജനുവരി 6 കോളേജ് പ്രവേശനം പൂർത്തിയാക്കണം. കീം 2022 മെഡിക്കൽ അലൈഡ് കോഴ്സുകൾ മോപ്പപ്പ് റൗണ്ട് അലോട്ട്മെൻറ്റ് ജനുവരി 8 പ്രസിദ്ധീകരിക്കും. ICAR ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ 2ാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ഓൺലൈൻ അലോട്ട്മെൻറ്റ് ജനുവരി 6 വരെ. ഓൾ ഇന്ത്യ വെറ്റിനറി സ്ട്രേ വേക്കൻസി റൗണ്ട് ജനുവരി 10 ഡൽഹിയിൽ വെച്ച് നടത്തും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് BTech പ്രോഗ്രാം ഇനി എല്ലാ IITകളിലും. പ്രവേശനം JEE അഡ്വാൻസ്ഡ് റാങ്ക് അനുസരിച്ച്. 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ മത്സരബുദ്ധി വളർത്തുന്നതിനും സയൻസ് വിഷയങ്ങളിലെ അഭിരുചി കണ്ടെത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി പാലാ ബ്രില്യൻ സ്റ്റഡി സെന്റർ ആരംഭിക്കുന്ന പുതിയ പ്രോഗ്രാമാണ് ബ്രില്യൻ സയൻസ് ഒളിമ്പ്യ 2023. ഇതിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന വിദ്യാർത്ഥികൾക്ക് 16 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡുകളാണ് ലഭിക്കുന്നത്. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന BSOയുടെ ആദ്യഘട്ടം ഓൺലൈനായി 2023 ഫെബ്രുവരി 12 2ാം ഘട്ടം 2023 ഏപ്രിൽ 2 കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തും. 1ാം റാങ്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥിക്ക് 1 ലക്ഷം രൂപ ക്യാഷ് അവാർഡാണ് ലഭിക്കുന്നത്. 2ാം റാങ്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥിക്ക് 50,000, 3ാം റാങ്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥിക്ക് 25,000, 4ാം റാങ്ക് കരസ്ഥമാക്കുന്ന വിദ്യാർത്ഥിക്ക് 20,000 രൂപയുമാണ് ക്യാഷ് അവാർഡ് ലഭിക്കുന്നത്. ബ്രില്യൻ സയൻസ് ഒളിമ്പ്യാഡിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ brilliantpala.org എന്ന വെബ്സൈറ്റിലൂടെ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യൂ. ഓൾ ദി വെരി ബെസ്റ്റ്. വാർത്തകൾ വിശദമായി. 2023-24 അധ്യയന വർഷത്തിലെ MBBS BDS പഠനത്തിന് യോഗ്യത ലഭിക്കുവാനുള്ള പ്രവേശന പരീക്ഷ നീറ്റ് നാഷണൽ എലിജിബിലിറ്റി കം എൻട്രൻസ് ടെസ്റ്റ് മെയ് 7 നടക്കും. ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജിയുടെ +1, +2 NCERT സിലബസ് അനുസരിച്ച് ഓഫ്ലൈൻ മോഡിൽ OMR ഷീറ്റ് ഉപയോഗിച്ചായിരിക്കും ഈ വർഷവും പരീക്ഷ. ഈ വർഷവും ഒരവസരം മാത്രമേ കുട്ടികൾക്ക് ലഭിക്കൂ. ഇന്ത്യയിലെ എല്ലാ ജില്ലകളിലും അതുപോലെ ഇന്ത്യക്ക് പുറത്ത് 25ഓളം സെൻറ്ററുകളിൽ വെച്ചായിരിക്കും നീറ്റ് 2023. ഈ പ്രവേശന പരീക്ഷ ഏകദേശം 18 ലക്ഷത്തോളം കുട്ടികളാണ് ഓരോ വർഷവും എഴുതുന്നത്. മൊത്തം പരീക്ഷ എഴുതുന്നവരിൽ പകുതി കുട്ടികൾക്കാണ് MBBS BDS അഡ്മിഷന് യോഗ്യത ലഭിക്കുന്നത്. നീറ്റ് യഥാർത്ഥത്തിൽ ഒരു യോഗ്യതാ പരീക്ഷ മാത്രമാണ്. ഇതിന് ലഭിക്കുന്ന മാർക്കിൻ്റെയും റാങ്കിൻ്റെയും ഭരണഘടന അനുശാസിക്കുന്ന റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ ഓരോ കുട്ടികളും പ്രവേശനം ആഗ്രഹിക്കുന്ന വിവിധ സംസ്ഥാനങ്ങളിലെ എൻട്രൻസ് അതോറിറ്റികൾക്ക് പ്രത്യേകം അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായുമുണ്ട്. അതാത് സംസ്ഥാനങ്ങളിലെ എലിജിബിലിറ്റി ക്രൈറ്റീരിയകൾക്കും റിസർവേഷനും അനുസരിച്ചായിരിക്കും ഗവൺമെൻറ് സീറ്റുകളും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിലെ സീറ്റുകളും ലഭിക്കുന്നത്. എന്നിരുന്നാലും എല്ലാ ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെയും 15% MBBS BDS സീറ്റുകൾ ഉൾക്കൊള്ളുന്ന ഓൾ ഇന്ത്യ കോട്ട, 20 എയിംസ് മെഡിക്കൽ കോളേജുകളിലെയും ജിപ്മർ, പോണ്ടിച്ചേരി, കരൈക്കൽ മെഡിക്കൽ കോളേജുകളിലെയും 48 ഡീംഡ് മെഡിക്കൽ കോളേജുകളിലെയും മുഴുവൻ സീറ്റുകളിലേക്കും പ്രവേശനം ലഭിക്കുന്നതിന് നീറ്റ് റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റ് വഴി അലോട്ട്മെൻറ്റിൽ പങ്കെടുത്താൽ മാത്രം മതിയാകും. 11 ESI മെഡിക്കൽ കോളേജുകളിൽ ESI IP വാർഡ് MBBS സീറ്റ് ലഭിക്കുന്നതിന് നീറ്റ് എൻട്രൻസ് എക്സാമിന് ശേഷം 2021 മെയ് മാസം esic.nic.in എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കുകയും IP സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുകയും ചെയ്യണം. ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിലെ MBBS പ്രവേശനം ലഭിക്കണമെങ്കിൽ നീറ്റ് റിസൾട്ടിന് ശേഷം ഓൾ ഇന്ത്യ കോട്ട വഴി MCCയുടെ വെബ്സൈറ്റിൽ
അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത് AFMC ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുകയും അതിനുശേഷം പൂനെയിൽ വെച്ച് നടക്കുന്ന ഇംഗ്ലീഷ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഇൻ്റർവ്യൂ, മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് എന്നിവയിൽ പങ്കെടുത്ത പ്രവേശനം ഉറപ്പാക്കുകയും ചെയ്യണം. 2023-24 അധ്യയന വർഷത്തെ എഞ്ചിനീയറിംഗ് ബിടെക് പ്രവേശനം ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും താൽപ്പര്യമുള്ള 2 പ്രമുഖ മേഖലകളാണ് IITകളും NITകളും. ബിടെക് കോഴ്സ് കഴിഞ്ഞാൽ ഉടൻ തന്നെ രാജ്യത്തെ ഏറ്റവും പ്രമുഖ സ്ഥാപനങ്ങളിൽ നേരിട്ട് ഉയർന്ന ശമ്പളത്തിൽ ഒരു ജോലി ലഭിക്കുകയും അതല്ലെങ്കിൽ മറ്റ് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇന്ത്യക്കകത്തും പുറത്തും ബിരുദാനന്തര ബിരുദ പഠനത്തിനും ഏറ്റവും സാധ്യതകളുള്ള രാജ്യത്തെ 23 IITകളിലെയും 31 NITകളിലെയും പ്രവേശനത്തിനായി കുട്ടികൾ വളരെ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തി വരുന്നു. വരുന്ന അധ്യയന വർഷത്തിലെ IITകളിലെ പ്രവേശനത്തിനുള്ള JEE അഡ്വാൻസ്ഡ് എൻട്രൻസ് എക്സാം ജൂൺ 4-നാണ് ഓൺലൈനായി നടക്കുന്നത്. ഈ പരീക്ഷയ്ക്കായി യോഗ്യത നേടുന്നതിനും NITകളിലെ പ്രവേശനത്തിനുമുള്ള എൻട്രൻസ് എക്സാം JEE മെയിൻ 2023 ഓരോ കുട്ടികൾക്കും 2 അവസരങ്ങൾ ലഭിക്കും. ഇതിൽ ഏറ്റവും ഉയർന്ന പേഴ്സൻറ്റേജ് സ്കോർ അനുസരിച്ചാണ് പ്രവേശനവും യോഗ്യതയും തീരുമാനിക്കുന്നത്. JEE മെയിൻ 2023 ആദ്യ സെഷൻ ജനുവരി 24 മുതൽ 31 വരെയും രണ്ടാമത്തെ സെഷൻ ഏപ്രിൽ 6 മുതൽ 12 വരെയുമാണ് ഓൺലൈനായി നടക്കുന്നത്. ആദ്യ സെഷനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ jemain.nta.nic.in എന്ന വെബ്സൈറ്റിൽ ജനുവരി 12-ന് അവസാനിക്കുകയും ചെയ്യും. അഡ്മിറ്റ് കാർഡുകൾ ജനുവരി 3-ാമത്തെ ആഴ്ച ലഭ്യമാകും. രണ്ടാമത്തെ സെഷനുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫെബ്രുവരി 7 മുതൽ മാർച്ച് 7 വരെയുമാണ്. OBC, EWS, SC, ST റിസർവേഷന് തഹസീൽദാരിൽ നിന്ന് അർഹത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതമാണ് ഓൺലൈനായി അപേക്ഷിക്കേണ്ടത്. ഏപ്രിൽ 25-നകം ഇതിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് പ്രസിദ്ധീകരിക്കുന്നതാണ്. JEE അഡ്വാൻസ്ഡിന് യോഗ്യത നേടുന്നവർ ഏപ്രിൽ 30 മുതൽ മെയ് 5 വരെ പ്രത്യേകം JEE അഡ്വാൻസ്ഡിൻ്റെ വെബ്സൈറ്റിൽ jeeadv.ac.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കുകയും വേണം. JEE അഡ്വാൻസ്ഡ് റിസൾട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം JEE മെയിൻ്റെ ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് NIT, IIIT, GFTകളിലേക്കും JEE അഡ്വാൻസ്ഡ് റാങ്ക് അനുസരിച്ച് IITകളിലേക്കും josa.nic.in എന്ന വെബ്സൈറ്റ് വഴി അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുകയും പ്രവേശനം നേടുകയും വേണം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കഴിഞ്ഞ വർഷത്തെ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമുകളിൽ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത് ഉന്നത വിജയമാണ്. നീറ്റ്, JEE അഡ്വാൻസ്, JEE മെയിൻ, കീം അങ്ങനെ എല്ലാ പരീക്ഷകളിലും ടോപ്പർമാർ നമ്മുടെ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നുമായിരുന്നു. IITകളിലും എയിംസിലും ജിപ്മറിലും എല്ലാം ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാനും സാധിച്ചു. അതെ, അതുപോലെ 2023 എക്സാമുകൾക്കും ഇനി അധിക ദിവസമില്ല. ഡേറ്റ് ഒക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സോ എക്സാമിന് മികച്ച മാർക്കുകൾ വാങ്ങണം എന്നാഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് 100% സ്കോളർഷിപ്പോട് കൂടി പഠിക്കാനുള്ള ഒരവസരമാണ് പാലാ ബ്രില്യൻ സ്റ്റഡി സെൻറ്റർ ഒരുക്കുന്നത്. നമ്മുടെ ക്രാഷ് കോഴ്സിലൂടെയാണ്. എൻട്രൻസിന് മാത്രമല്ല ബോർഡ് എക്സാമിലും നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ഈ വിദ്യാർത്ഥികൾക്ക് ക്രാഷ് കോഴ്സിലൂടെ സാധ്യമാകും. അതെ, ഫേസ് 1 പുതിയ ബാച്ച് ജനുവരി 16-ന് ആരംഭിക്കുകയാണ്. ഓൺലൈൻ, ക്ലാസ് റൂം, ഹൈബ്രിഡ് എന്നിങ്ങനെയുള്ള ബാച്ചുകളിലായിരിക്കും ക്ലാസ്സുകൾ ഉണ്ടാവുക. അതുപോലെ തന്നെ ബ്രില്യൻറ്റിൻ്റെ ലേണിംഗ് ആപ്പിലൂടെ വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് സമാനതകളില്ലാത്ത ഒരുപാട് ഫെസിലിറ്റീസും കൂടിയാണ്. സോ അതാണ് 2023 എൻട്രൻസ് പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി ക്രാഷ് കോഴ്സിലേക്ക് കടന്നു വരാം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ സയൻസ് പ്രോഗ്രാമിംഗ് ആധുനിക ലോകത്ത് ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന ഈ മേഖലയിൽ ബിടെക് പ്രവേശനത്തിന് ആവശ്യക്കാരേറെയാണ്. ഇതുവരെയും സ്വകാര്യ മേഖലയിലും വളരെ ചുരുക്കം ചില കോളേജുകളിലും മാത്രമുണ്ടായിരുന്ന ഈ കോഴ്സുകൾ ഇനി മുതൽ 23 IITകളിലും ലഭ്യമാകും. JEE അഡ്വാൻസ്ഡ് റാങ്ക് അനുസരിച്ച് പ്രവേശനം ലഭ്യമാകുന്ന ഈ 4 വർഷ ബിടെക് കോഴ്സിന് 8 സെമസ്റ്ററുകളാണ് ഉണ്ടാവുന്നത്. BSc നേഴ്സിംഗിന് താൽപ്പര്യമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും നീറ്റ് 2022 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ജിപ്മർ പുതുച്ചേരിയിൽ പ്രവേശനം ലഭിക്കും.
ജനുവരി 10 വരെ jipmer.edu.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. BSc നഴ്സിംഗിന് 85 സീറ്റുകൾ പെൺകുട്ടികൾക്കും 9 സീറ്റുകൾ ആൺകുട്ടികൾക്കും പ്രവേശനം ലഭിക്കും. ഇതുകൂടാതെ മറ്റ് 9 മെഡിക്കൽ അലൈഡ് കോഴ്സുകൾക്കും താൽപ്പര്യമുണ്ടെങ്കിൽ ഓപ്ഷനുകൾ സമർപ്പിക്കാം. ലിസ്റ്റ് ചെയ്യപ്പെടുന്ന കുട്ടികൾ ഫെബ്രുവരി 7-ന് എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ട് പുതുച്ചേരിയിൽ ഹാജരാവണം. ക്ലാസ് 9-ന് ആരംഭിക്കുകയും ചെയ്യും. ആയുർവേദം, ഹോമിയോ, ആയുഷ് കൗൺസിലിംഗ് 3-ാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു. നീറ്റ് 2022 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് AACCC.nic.in എന്ന വെബ്സൈറ്റ് വഴിയാണ് ഇന്ത്യയിലാകമാനമുള്ള ആയുർവേദം, ഹോമിയോ, സിദ്ധ, യുനാനി കോഴ്സുകളുടെ 15% ഗവൺമെൻറ് സീറ്റുകൾക്കായി കുട്ടികൾക്ക് ലഭിക്കുന്നത്. അലോട്ട്മെൻറ്റ് ലഭിച്ച കുട്ടികൾ ജനുവരി 6 വരെയുള്ള ദിവസങ്ങളിൽ നേരിട്ട് പ്രവേശനം ഉറപ്പാക്കണം. ഇനിയും ഈ മേഖലയിൽ ഒഴിവുള്ള സീറ്റുകൾക്ക് ഇതുവരെയും കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകൾ പരിഗണിച്ച് ഒരു അലോട്ട്മെൻറ്റും ലഭിക്കാത്ത കുട്ടികൾക്ക് ജനുവരി 18-ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്യും. കീം 2022 മെഡിക്കൽ അലൈഡ് കോഴ്സുകളുടെ മോപ്പപ്പ് റൗണ്ട് ജനുവരി 8-ന് പ്രസിദ്ധീകരിക്കും. കേരള മെഡിക്കൽ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് 2 ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവ് വന്ന അഗ്രികൾച്ചർ വെറ്റിനറി വേക്കൻസി സീറ്റുകളിലോട്ടാണ് മോപ്പപ്പ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാ സർട്ടിഫിക്കറ്റുകളും സഹിതം കോളേജുകളിൽ നേരിട്ട് പ്രവേശനം ഉറപ്പാക്കുകയും ചെയ്യണം. ഒരു അലോട്ട്മെൻറ്റും ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്കായി സ്റ്റേ വേക്കൻസി റൗണ്ട് പിന്നീട് നടത്തുകയും ചെയ്യും. ICAR ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ 2-ാം ഘട്ട അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. ICRexam.net എന്ന വെബ്സൈറ്റ് വഴി പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾ എല്ലാ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളും വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് ജനുവരി 6 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് 10,000 രൂപ അടച്ച് പ്രവേശനം ഉറപ്പാക്കണം. ഹയർ ഓപ്ഷൻ ലഭിക്കുന്നതിനായി താൽപ്പര്യമുള്ളവർക്ക് അപ്ഗ്രഡേഷൻ ഫെസിലിറ്റിയും ഉണ്ടായിരിക്കും. കോളേജുകളിൽ നേരിട്ട് ചെന്ന് പ്രവേശനം ഉറപ്പാക്കേണ്ടതായില്ല. നീറ്റ് 2022 ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് ഇന്ത്യയിലാകമാനമുള്ള ഗവൺമെൻറ് വെറ്റിനറി കോളേജുകളിലെ 15% BSc വെറ്റിനറി കോഴ്സിനുള്ള ഓൾ ഇന്ത്യ വെറ്റിനറി കൗൺസിലിംഗ് 3-ാം ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷം ഒഴിവുള്ള സീറ്റുകൾ VCI കൗൺസിലിംഗ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ഒരു കോളേജുകളിലും ഇതുവരെയും പ്രവേശനം ലഭിക്കാത്തവർക്ക് എല്ലാ സർട്ടിഫിക്കറ്റുകളുമായി ജനുവരി 10-ന് ഡൽഹിയിൽ വെച്ച് നടക്കുന്ന സ്പോട്ട് അലോട്ട്മെൻറ്റിന് നേരിട്ട് ഹാജരാവണം. മാത്തമാറ്റിക്സിലെയും ബന്ധപ്പെട്ട വിഷയങ്ങളിലെയും പഠനത്തിനും ഗവേഷണത്തിനും അനുയോജ്യമായ ഇന്ത്യയിലെ ഏറ്റവും മികവ് പുലർത്തുന്ന സ്ഥാപനമാണ് ചെന്നൈ മാത്തമാറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. ഇവിടുത്തെ ബിരുദ പ്രവേശനത്തിന് മെയ് 7-നാണ് പ്രവേശന പരീക്ഷ. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവ കേരളത്തിലെ പരീക്ഷാ കേന്ദ്രങ്ങളായിരിക്കും. 2023 മാർച്ച് 1 മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റ് cmi.ac.in/admissions. ഫുട്വെയർ ഡിസൈനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന ബാച്ചിലർ ഓഫ് ഡിസൈനിങ്, ബാച്ചിലർ ഓഫ് ബിസിനസ് അഡ്മിഷൻ ഡിഗ്രി പ്രോഗ്രാമുകൾക്ക് പ്രവേശനത്തിന് താൽപ്പര്യമുള്ളവർക്ക് ജൂൺ 18-ന് ഓൾ ഇന്ത്യ എൻട്രൻസ് എക്സാം. 2023 ഏപ്രിൽ 30 വരെ fddi.india.com എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായി അപേക്ഷിക്കുകയും ചെയ്യാം. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 2022 എല്ലാ പ്രവേശന പരീക്ഷകളുടെയും റിസൾട്ട് വന്നപ്പോൾ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലെ വിദ്യാർത്ഥികൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത് താരതമ്യപ്പെടുത്താനാവാത്ത അത്ര വിജയമായിരുന്നു. ഈ വർഷം 4000-ഓളം MBBS അഡ്മിഷനാണ് ബ്രില്യൻറ്റിലെ വിദ്യാർത്ഥികൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചത്. നിരവധി വിദ്യാർത്ഥികളുടെ അഭ്യർത്ഥന മാനിച്ച് വീട്ടിലിരുന്ന് എൻട്രൻസ് പരീക്ഷകൾക്ക് പഠിക്കുന്ന വിദ്യാർത്ഥികളെ പാലായിലെ ബ്രില്യൻറ്റ് ക്യാമ്പസിനോട് ചേർന്ന് ഹോസ്റ്റൽ സൗകര്യങ്ങൾ ഒരുക്കി റിപ്പീറ്റേഴ്സ് 2023 പുതിയ ബാച്ചിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ബ്രില്യൻറ്റ്. റിപ്പീറ്റർ ബാച്ചിൻ്റെ ഫീസിൽ വളരെയധികം ഇളവ് വരുത്തിയാണ് ജനുവരി 11-ാം തീയതി ആരംഭിക്കുന്ന റിപ്പീറ്റർ പ്രോഗ്രാമിലേക്ക് വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്തിരിക്കുന്നത്. 30,000 രൂപയാണ് ഈ പുതിയ റിപ്പീറ്റർ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വിദ്യാർത്ഥികൾക്ക് അടയ്ക്കേണ്ടത്. എന്നാൽ 2022 നീറ്റ് സ്കോറിൻ്റെ അടിസ്ഥാനത്തിൽ തികച്ചും സൗജന്യമായി തന്നെ സ്കോളർഷിപ്പ് ബേസിൽ പഠിക്കാനുള്ള അവസരവും ബ്രില്യൻറ്റ് ഒരുക്കിയിരിക്കുകയാണ്. മെഡിക്കൽ PG പ്രവേശനം
നെക്സ്റ്റ് 2024 മുതൽ ആകെ 2 ഘട്ടങ്ങൾ കരട് വിജ്ഞാപനം NMC പ്രസിദ്ധീകരിച്ചു. ഒബ്ജക്റ്റീവ് മാതൃകയിൽ ഓൺലൈൻ എക്സാം ഡിസംബറിലും പ്രാക്ടിക്കൽ വൈവ അടങ്ങുന്ന 2ാം ഘട്ടം മാർച്ച് 2ാമത്തെ ആഴ്ചയും നടത്തും. MBBS അവസാന വർഷക്കാർക്കുള്ള ലൈസൻസ് പരീക്ഷയാണ് പ്രധാനമായും നെക്സ്റ്റ്. PG മെഡിക്കൽ പ്രവേശനത്തിനുള്ള മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതും ഇതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്ന് MBBS പഠനം കഴിഞ്ഞെത്തുന്നവർക്ക് ഇന്ത്യയിൽ പഠനം നടത്തുവാനുള്ള ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് പരീക്ഷയ്ക്കും പകരമായി നെക്സ്റ്റ് മാറും. നെക്സ്റ്റ് വിജയിക്കുന്നവർക്ക് മാത്രമേ ഇന്ത്യയിൽ പ്രാക്ടീസിന് അനുമതി ലഭിക്കൂ. ആദ്യഘട്ടത്തിന് മാത്രമേ സ്കോർ ഉണ്ടായിരിക്കുകയുള്ളൂ. അതിൻ്റെ റാങ്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും PG പ്രവേശനം. എന്നാൽ 2ാം ഘട്ടം പ്രാക്ടിക്കലും വൈവയും ജയിച്ചു അല്ലെങ്കിൽ തോറ്റു എന്നുള്ള ഇവാലുവേഷൻ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. പരാജയപ്പെടുന്നവർക്ക് വേണ്ടിയും ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയും ആദ്യഘട്ടത്തിന് സപ്ലിമെൻ്ററി പരീക്ഷയും ഉണ്ടാവും. നെക്സ്റ്റ് പ്രാബല്യത്തിൽ വരുന്നതോടെ ഇപ്പോൾ നടന്നു വരുന്ന PG എൻട്രൻസ് പിൻവലിക്കും. എന്നാൽ 2023 വരെ MBBS പാസ്സാകുന്നവർക്ക് പ്രാക്ടീസ് ചെയ്യുന്നതിനും PG പ്രവേശനത്തിനും നിലവിലെ പ്രവേശന പരീക്ഷ എന്നുവരെ എന്നത് ഉചിതമായ സമയത്ത് തീരുമാനമെടുക്കുമെന്നുമാണ് NMC അറിയിച്ചിരിക്കുന്നത്. ഈ കരട് നിർദ്ദേശങ്ങളിൽ ജനങ്ങളുടെ അഭിപ്രായം അറിയിക്കുന്നതിനും ആവശ്യം വേണ്ട ഭേദഗതികൾ നിർദ്ദേശിക്കുന്നതിനും NMC ഇമെയിൽ അഡ്രസ്സും പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആഴ്ചത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എൻട്രൻസ് മേഖലയുമായി ബന്ധപ്പെട്ട വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.